ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? 1905 പോൾ ഹാരിസ് ജനസേവനത്തിനായി അമേരിക്കയിലെ ഷിക്കാഗോയിൽ റോട്ടറി ക്ലബ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ഫെബ്രുവരി 23-നാണ്. ആ നല്ല ഓർമ്മയിൽ നിന്ന് നമുക്ക് ക്യാമ്പസ് ന്യൂസിലെ ഈ ആഴ്ചത്തെ തലക്കെട്ടുകൾ നോക്കിയാലോ? 10-12 ക്ലാസുകളിൽ വർഷത്തിൽ 2 തവണ ബോർഡ് എക്സാം നടത്താൻ CBSE അടുത്ത അധ്യയന വർഷം മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നേക്കും. ലക്ഷ്യമിടുന്നത് കുട്ടികളുടെ സമ്മർദ്ദം കുറച്ച് സൗഹാർദ്ദപരമായ അന്തരീക്ഷം ഒരുക്കിയെടുക്കാൻ. നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ചർച്ച നടത്തി CBSE. എഞ്ചിനീയറിംഗ്, ജനറൽ സയൻസസ് വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഡിഫൻസ് ടെക്നോളജിയിൽ ഇന്റേൺഷിപ്പിനുള്ള അവസരം. ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുന്നത് DRDO. കോഴ്സിന്റെ സ്വഭാവം അനുസരിച്ച് 4 ആഴ്ച മുതൽ 6 മാസം വരെ ഇന്റേൺഷിപ്പ് നൽകും. +1, +2 ബോർഡ് പരീക്ഷാ ചോദ്യപേപ്പറുകൾ സ്കൂളുകളിൽ സൂക്ഷിക്കുമ്പോൾ ജാഗ്രത വേണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ചോദ്യപേപ്പറുകളുടെ വിതരണം ആരംഭിച്ചു. 24 മണിക്കൂർ CCTV നിരീക്ഷണമുള്ള സുരക്ഷിത മുറികളിൽ ഇരട്ട പൂട്ടുകളുള്ള അലമാരിയിൽ ചോദ്യപേപ്പറുകൾ സൂക്ഷിക്കണമെന്ന് നിർദ്ദേശം. രാത്രികാല സുരക്ഷാ ഡ്യൂട്ടിക്ക് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനും നിർദ്ദേശം. പരീക്ഷ ആരംഭിക്കുന്നത് അടുത്ത മാസം 3-ന്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ ക്യാമ്പസ് ന്യൂസ് എറണാകുളം ജില്ലയിലെ മഹാരാജാസ് കോളേജിൽ നിന്നാണ്. MS സ്വാമിനാഥനും AK ആന്റണിയും ബാലചന്ദ്രൻ ചുള്ളിക്കാടും നമ്മുടെ മമ്മൂക്കയും ഒക്കെ പഠിച്ച രാജകീയ കലാലയത്തിൽ നിന്ന്. ഈ കലാലയത്തിന്റെ വിശേഷങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് YS അഭിനന്ദാണ്. ഈ അഭിനന്ദാണെങ്കിൽ എന്റെ കല്ലു എന്നെ ഒന്ന് ഏതെങ്കിലും ക്യാമ്പസിലേക്ക് ഒന്ന് വിടെന്ന് പറഞ്ഞ് എന്റെ സ്വൈര്യം കെടുത്തുകായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ ക്രിസിനെ അങ്ങ് വെട്ടി പയ്യൻസിനെ വിട്ടതാണ്. എന്തായോ എന്തോ. ഹലോ, നമസ്കാരം. ഇന്ന് ക്യാമ്പസ് ന്യൂസ് എത്തി നിൽക്കുന്നത് മഹാരാജാസ് കോളേജിലാണ്. കലാലയ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഒരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത മനോഹരമായ ക്യാമ്പസ്. 180 വർഷം പിന്നിട്ടിരിക്കുകയാണ്. കലാലയ മുത്തശ്ശി എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിനും രാഷ്ട്രത്തിനുമൊക്കെ ഒരുപാട് മഹാരഥന്മാരെ സംഭാവന ചെയ്ത ചരിത്രവുമുണ്ട് ഈ ക്യാമ്പസിന്. ഈ ക്യാമ്പസിന്റെ വിശേഷങ്ങൾ എന്തൊക്കെ നൂതന ആശയങ്ങളാണ് സമൂഹത്തിലേക്ക് ഇവർ വഴി തുറന്ന് വെക്കുന്നത്? പരിശോധിക്കാം. 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള ഈ ക്യാമ്പസ് പഴമയുടെ പ്രതീകം കൂടിയാണ്. കൊച്ചിയിൽ ഒരു ഒറ്റമുറി വിദ്യാലയമായി മാത്രമാണ് ഇത് ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരുമായി സംസാരിക്കുമ്പോൾ വിവർത്തനം ചെയ്യാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു വിദ്യാലയം വേണം. അതായിരുന്നു ആദ്യം ഇതിൻ്റെ ഉദ്ദേശം. പിന്നീട് ഇത് 3000-ഓളം വിദ്യാർത്ഥികളെ വർഷം പ്രതി വാർത്തെടുക്കുന്ന ഒരു വലിയ സ്ഥാപനമായി മാറിയിരിക്കുന്നു. മമ്മൂട്ടിയും ജസ്റ്റിസ് KG ബാലകൃഷ്ണനും KR ഗൗരിയമ്മയും ബിനോയ് വിശ്വവും തുടങ്ങിയവരെല്ലാം ഇവിടുത്തെ ഉൽപ്പന്നങ്ങളാണ്. കലയുടെ, രാഷ്ട്രീയത്തിൻ്റെ, പ്രണയത്തിൻ്റെ, വിപ്ലവത്തിൻ്റെ ഒക്കെ ഇടനാഴികൾ. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് മഹാരാജാസ് കോളേജിനെ വ്യത്യസ്തമാക്കുന്നത്. തീർച്ചയായിട്ടും രാഷ്ട്രീയ അവബോധമുള്ള വിദ്യാർത്ഥികളാണ് പുതുതലമുറ സൃഷ്ടിക്കുന്നത്. അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ പലപ്പോഴും നമ്മൾ ഈ ക്യാമ്പസിൽ കണ്ടിട്ടുള്ളതുമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം നമുക്ക് വേണ്ടതല്ലേ? അതെ, കോളേജുകളിലൊക്കെ എന്തായാലും വേണ്ട കാര്യമാണ്. പക്ഷെ നമുക്ക് നമ്മളെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ രാഷ്ട്രീയം ഇല്ലാണ്ട് നടക്കൂല. ഞാൻ പൊതുവെ രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാത്ത ആളാണ്. അങ്ങനെ നോക്കലൊന്നുമില്ല. അവരുടെ ഇഷ്ടം നടക്കും, അതൊക്കെ തന്നെ ഉള്ളൂ. ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. മനോഹരമായൊരു പ്രദർശനമാണ്. സ്വന്തം റിസ്കിൽ അവർ ഏറ്റെടുത്ത് നടത്തുന്നതാണ് അധ്യാപകരൊക്കെ വ്യക്തമാക്കുന്നത്. നമുക്കിവിടെ നോക്കിയപ്പോൾ എൻ്റർ അറ്റ് യുവർ ഓൺ റിസ്ക്, മാത്ത് മേ ചേഞ്ച് ദ വേ യു സീ ദ വേൾഡ്. മാത്സിന് ഒരുപാട് റിസ്ക്കും ചലഞ്ചസും ഒക്കെ കടക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അവർ റിസ്കിൽ തന്നെയാണ് പ്രദർശനം നടത്തുന്നത്. പ്രദർശനത്തിൻ്റെ വിശേഷങ്ങളും കൂടി എന്തായാലും ഒന്ന് പരിശോധിക്കണം. അപ്പം അങ്ങോട്ടേക്ക് പോവാം. ഇത് മഹാരാജാസിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് ഗണിതശാസ്ത്ര വിഭാഗം നടത്തുന്നൊരു എക്സിബിഷനാണ്. PG UG എല്ലാവരും കൂടി ചെയ്തതാണ്. നമ്മുടെ ടീച്ചേഴ്സൊക്കെ എല്ലാം കുറച്ച് ഐഡിയാസും എല്ലാം പറഞ്ഞു തന്ന്, പിന്നെ നമ്മളെല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ട്രയാങ്കിൾസ് പോലെ വരുന്നുണ്ടോ, അങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ട്രസ് എന്ന് പറയാം. ഇപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടാണ്. എന്നിട്ട് ഇതൊരു 10 കിലോ ഉണ്ടാവും. ഈ 10 കിലോ ഇതിന് കൊള്ളാനായിട്ട് സാധിക്കും. പിന്നെ ഈ റെയിൽവേ പാലങ്ങളിൽ യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ബ്രിഡ്ജുകളാണ്.
അക്കാദമിക കാര്യങ്ങളിലായാലും കലാകായിക രംഗങ്ങളിലായാലും എല്ലാം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് മഹാരാജാസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കാലങ്ങളായി മഹാരാജാസ് കോളേജിനെ സംബന്ധിച്ചുള്ള സമരമില്ലാത്ത ഒരു ടൈം കൂടെ ഉണ്ടാവാറില്ല. പക്ഷേ ഈ വർഷം അങ്ങനെ ഒന്നും ഉണ്ടായില്ല. നമ്മുടെ കമ്പ്യൂട്ടർ ലാബിൻ്റെ ആ ഒരു പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ലാബ് സജ്ജീകരിക്കുന്നതിന് കഴിഞ്ഞു. നവീകരിച്ച സിന്തറ്റിക് ട്രാക്ക് കഴിഞ്ഞ ദിവസം മന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട ഉന്നത ഉദ്യോഗസ്ഥ മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഹോക്കി ടർഫിൻ്റെ ഉദ്ഘാടനവും ഏപ്രിൽ മാസത്തിൽ നടക്കും. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ മേഖലയിലും വലിയൊരു ഉയർച്ച, ഒരു ഉണർവ് പ്രകടമാകുന്ന ഒരു സമയത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മഹാരാജാസ് കോളേജിലെ ക്യാൻറ്റീനിൽ എത്തിയിരിക്കുകയാണ്. ക്യാൻറ്റീനിലാണ് നമ്മൾ ക്യാമ്പസ് ന്യൂസ് അവസാനിപ്പിക്കുന്നത്. നമുക്കിവിടെ ഇപ്പോൾ കാണാൻ കഴിയും, ഒരു പാത്രത്തിൽ നിന്ന് എല്ലാവരും കൂടി ഇങ്ങനെ വാരി കഴിക്കുകയാണ്. യഥാർത്ഥത്തിൽ ക്യാമ്പസിൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു യഥാർത്ഥ ഉദാഹരണം കൂടിയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഭക്ഷണം? കൊള്ളാം. ക്യാമ്പസ് ഫ്രീ ആയിട്ട് 10 രൂപയ്ക്ക് ഫുഡ് കിട്ടും, പിന്നെ 40 രൂപയ്ക്ക് ഊണും കിട്ടും. അത് ഈ പറഞ്ഞ നല്ല ഊണ, സാമ്പാറും കൂട്ടുകറിയും പറഞ്ഞ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ നന്നായിട്ട് ആസ്വദിച്ച് പഠിക്കുകയും ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് അവർ പറയുകയാണ്. പക്ഷേ ഈ ക്യാൻറ്റീനിൽ എത്തുമ്പോൾ നമുക്ക് കാണാതിരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ പരിചയപ്പെടാതെ പോകാൻ കഴിയാത്ത ഒരാളുണ്ട്. നമുക്കറിയാം, ഇൻസ്റ്റാഗ്രാം പ്രേക്ഷകർക്കും യൂട്യൂബ് പ്രേക്ഷകർക്കും ഒക്കെ സുപരിചിതയാണ് സിന്ധു ചേച്ചി. സിന്ധു ചേച്ചി ഒന്ന് കണ്ടിട്ട് പോവാം. ചേച്ചി കുറേ വർഷങ്ങൾ കൊണ്ട് ക്യാൻറ്റീനിലെ ജീവനക്കാരിയാണ്, ഒരു കലാകാരിയാണ്, പാട്ടുകാരിയാണ്, നല്ലൊരു യാത്രികയാണ്, അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ചേച്ചി എന്താണ് ഇപ്പം കോളേജിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെ? കോളേജിന്റെ അവസ്ഥയൊക്കെ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേച്ചിയുടെ മോൻ്റെ റീൽസ് ഒരുപാട് പ്രേക്ഷകരൊക്കെ ഉണ്ട്. റീൽസ് ഇപ്പൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെ നമ്മൾ റീൽസ് ചെയ്യും. ചെറിയൊരു ചാനലുണ്ട്. പിന്നെ നമ്മ യാത്രയൊക്കെ പോകും. ഇപ്പൊ ഇനി വെക്കേഷനായിട്ട് പോകണം. റീസെന്റ് എവിടെ അവസാനം പോയത്? ഞങ്ങള് ഓൾ ഇന്ത്യ 2 പ്രാവശ്യം പോയി. ലഡാക്ക്, കറുത്തുങ്കലൊക്കെ പോയി. ചേച്ചിയുടെ ഒരുപാട് പാട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പാട്ടോടുകൂടി നമുക്ക് അവസാനിപ്പിച്ചാൽ. ഇനി കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളും നോവും വേണ്ട, അരികത്തായി എന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ, വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാം താളമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും കാവലായി നിൽക്കുന്ന, എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്ന ചേച്ചിയോടുകൂടിയാണ് നമ്മുടെ ഇന്നത്തെ ക്യാമ്പസ് ന്യൂസ് അവസാനിപ്പിക്കുന്നത്. മറ്റൊരു ക്യാമ്പസുമായി ക്യാമ്പസ് ന്യൂസ് അടുത്ത ആഴ്ച കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു അഭി. ആ മുഖത്തെ ഒരു സന്തോഷം കണ്ടില്ലേ? എന്റെ അഭി, ഇനി ക്രിസിന്റെ ഇടി ഞാൻ മേടിക്കേണ്ടി വരുമോ? എന്നാ എല്ലാരും വേഗം വായോ, കമന്റ് പറയോ, എങ്ങനെ ഉണ്ടായിരുന്നു ക്യാമ്പസ് ന്യൂസ്? അങ്ങനെ നമ്മുടെ പിള്ളേരുടെ ഗെയിംസും എക്സിബിഷനും ഒക്കെ കിടുക്കി തിമിർത്തു കലക്കി അല്ലേ? നമുക്കൊരു വീഡിയോ കണ്ടാലോ? ഈ കുട്ടികളുടെ കഴിവൊന്ന് കണ്ടു തന്നെ അറിയണം. എങ്ങനെയുണ്ട് പാട്ട്? എന്ത് രസമായിട്ട് അവര് പാടിയേ. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ ക്യാമ്പസ് ന്യൂസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച മറ്റൊരു ക്യാമ്പസിൽ നിന്ന് കാണാം. ഒരു കാര്യം പറയാൻ മറന്നു. പല സ്കൂൾ കോളേജ് ക്യാമ്പസുകളിലും മുണ്ടുനീര് പടരുന്നുണ്ട്. സൂക്ഷിക്കണേ, ചൂടുകാലമാണ്. മറ്റു പല പകർച്ചവ്യാധികൾക്കും ചാൻസ് ഉണ്ട്. എല്ലാവരും ടേക്ക് കെയർ. അപ്പൊ സീ യു, ടാറ്റാ, ബൈ ബൈ.